കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ നിസ്സീമമായ സ്വാഗതം. ഒരു കമൻ്റ് ഒരാളേക്ക് 27-28 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ഈ ഞങ്ങളുടെ മധ്യ തിരുവിതാംകൂർ ഏരിയ അല്ല, കുറേ വടക്കോട്ടുള്ളതാണ്. പിന്നെ ഒത്തിരി പ്രാവശ്യങ്ങൾ വിളിച്ച് പരിചയപ്പെടുകയും മറ്റു കാര്യങ്ങൾ കമൻറ്റുകൾ ഒരുപാട് വിട്ടതിന് ശേഷം അത് ശ്രദ്ധിക്കുന്നില്ല, ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് കമൻറ്റുകളൊക്കെ വിട്ടതിന് ശേഷം ഒരു ദിവസം എങ്ങനെയൊക്കെയോ എൻ്റെ നമ്പർ തപ്പി പിടിച്ച് പേഴ്സണൽ നമ്പറിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇതുപോലെ അപ്പം ഞാൻ തിരക്കിലാണ്, നിങ്ങൾ കഴിഞ്ഞ് ഇത്ര സമയത്ത് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചു. അപ്പം ഞാൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾക്കറിയേണ്ടത്? അപ്പോൾ ഇദ്ദേഹം വിളിച്ചിട്ട് എൻ്റെ അടുക്കൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയം സൗന്ദര്യ ലഹരി ജപിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, സൗന്ദര്യ ലഹരി ജപിക്കുന്നതിനെന്താ, ഒരു കുഴപ്പമില്ല. അതിനകത്ത് ഒരുപാട് മാന്ത്രിക കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. യന്ത്രങ്ങളുണ്ട്, യന്ത്രങ്ങളാണ് അതിനകത്ത് കൂടുതലും വിശദീകരിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഓരോ തകടുകളിൽ എഴുതി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഫലമാകുമോ? 1.5 വർഷം കണ്ടായിട്ടേ ഉള്ളൂ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പഠനം തുടങ്ങിയിട്ട്. ചിലർ പറയത്തില്ലേ, നമ്മൾ സംഗീതം പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ മായാമാള ഗൗളരാഗത്തിൽ സാരേ ഗ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കല്ലേ. പാധ നീ സാ സാ നീ ധാ പ മ ഗ രി സ അങ്ങനെ അങ്ങനെയാണ് സാധാരണ പഠിപ്പിക്കുക. അപ്പോൾ ഇദ്ദേഹം പൂജയുടെ ഒരു വിഷയങ്ങളോ ഒന്നും പഠിക്കുന്നില്ല, തുടങ്ങിയതേ ഉള്ളൂ. ഈ തുടങ്ങിയ ഉടനെ സൗന്ദര്യ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ സൗന്ദര്യ ലഹരി ഉപയോഗിക്കണ നല്ല ഉപാസന വേണം. സാധാരണ പുസ്തകങ്ങളോ സാധാരണ ഗ്രന്ഥങ്ങളെ കൂട്ടോ ഒന്നുമല്ല സൗന്ദര്യ ലഹരി. സൗന്ദര്യ ലഹരിക്കകത്ത് ഒരുപാട് ടെക്നിക്കുകളും മറ്റു കാര്യങ്ങളും ഉണ്ട്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന മന്ത്രം ജപിച്ച് യന്ത്രം എഴുതി ഇട്ടാൽ മതി എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. 108 രൂപ ജപിച്ചു, 1008 രൂപ ജപിച്ചു, 10008 രൂപ ജപിച്ചു എന്നൊക്കെയാണ് സൗന്ദര്യ ലഹരി. സൗന്ദര്യം അത്യപൂർവമായിട്ടും അതിശക്തമായിട്ടും അതിശക്തിമത്തായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കണമെങ്കിൽ മോനെ നന്നായിട്ട് ഉപാസനാ ശക്തി ബലം എടുക്കണം, സംശയമില്ലാത്ത കാര്യമാണ്. ഞാനൊക്കെ അത് വായിച്ചിട്ടുണ്ടെന്നുള്ളൂ, എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഉപാസനാ ശക്തി ബലം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ അമാനുഷിക മനുഷ്യനോ പവറുള്ള മനുഷ്യനോ ഒന്നുമല്ല. പിന്നെ കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം. കർമ്മങ്ങൾ എൻ്റേതായിട്ടുള്ള ജ്യോതിഷം മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു പോകണമെന്നല്ലാതെ എനിക്കൊന്നും അറിയില്ല. അപ്പം അമാനുഷ്യ നല്ല രീതിയിൽ പിന്നെ ഉപാസനാശക്തി ബലം, അത് ഏത് ആണ് ഉപാസനാശക്തി? ഗ്രഹനില ഒരു ജ്യോത്സ്യനെ കൊണ്ട് പരിശോധിച്ചിട്ട് നല്ല വൃത്തിയായതിനു ശേഷം അത് നോക്കി നിങ്ങൾക്ക് ഉപാസനാശക്തി ബലം തരുന്നത് ഏത് മന്ത്രമാണ്, ഏത് അക്ഷരത്തിൽ തുടങ്ങുന്ന മന്ത്രമാണ്, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. എത്ര അക്ഷരങ്ങളുള്ള മന്ത്രമാണ്, പിന്നെ അതുപോലെ ഛന്ദസ് ദേവതയൊക്കെ ഒക്കെയാണ്. ഏത് ദേവതയാണ്, നിങ്ങൾക്ക് ശൈവ വൈഷ്ണവ ശാക്തേയമാണോ, ഇതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അതിലേതെങ്കിലും ഒന്നിൽ ഉപാസന എടുത്തതിന് ശേഷം അതിനോട് ഞാൻ പറഞ്ഞു, അതൊക്കെ വലിയ കാര്യം, ഇതിനകത്തെ തന്നെ അങ്ങ് ചൊല്ലിയാൽ പോരെ ഉപാസനയ്ക്ക് വരും. ഞാൻ പറഞ്ഞു, എനിക്കതൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല, നിങ്ങൾ എവിടെ പഠിക്കുന്നു ആ ഗുരുമുഖത്ത് നിന്ന്. അപ്പം ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞു, ഇതും നല്ല വാസനാശക്തിയോട് ചെയ്യേണ്ടതാണ്, പിന്നെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജപിച്ചോളൂ. അങ്ങനെ ജപിക്കാൻ പറ്റിയ സാധനം അല്ല സൗന്ദര്യ ലഹരി. സൗന്ദര്യ ലഹരി നന്നായിട്ട് ഉപാസനാശക്തി ബലം, നല്ല ഉപാസനാശക്തി ബലം ഉണ്ടെങ്കിൽ അതിനകത്തെ ആ യന്ത്രങ്ങളും മന്ത്രങ്ങളും ഫലവത്താകത്തുള്ളൂ. അല്ലെങ്കിൽ യന്ത്രങ്ങൾ എഴുതി നോക്കിയോളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഗുരുമുഖത്ത് നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി സമർപ്പിച്ചുകൊണ്ടും ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നത് വരെ. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.